എന്തില്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചാലും ഞങ്ങക്ക് കൂലി കിട്ടി. പൈസ കിട്ടിണ്ടാവില്ല, കൂലി കിട്ടും. പൈസ കിട്ടിയാലോ 2 കൂലി കിട്ടി, പൈസ എടുത്തോ 1 കൂലി കിട്ടി. ഇല്ലെങ്കിലോ നമ്മൾ പോയി ചോദിച്ചതിന്റെ കൂലി കിട്ടിയില്ലേ? ആ കൂലിയൊക്കെ ആഖിറത്തിൽ ഇങ്ങനെ നോക്കുമ്പോ റബ്ബേ, പൈസ ഇങ്ങോട്ട് കിട്ടിയതിനേക്കാളും കൂലി കൂടുതൽ പൈസ കിട്ടാതിരിക്കുമ്പോഴാണ്. എന്താ കാരണം അറിയാം? അപ്പൊ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ? ഒരാളെ കാണാൻ ചെന്ന് നുസ്രത്തുൽ ഇസ്ലാമിന്റെ ചെറുപ്പക്കാർ ചെന്നിട്ട് അയാളോട് പറഞ്ഞ്, ഞങ്ങ ഒരു പാപ്പത്തിന്റെ പെണ്ണിനെ മങ്ങലാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിന് ഞങ്ങളെ കമ്മിറ്റി, അതുകൊണ്ട് നിങ്ങളെ ബഗല് എന്തെങ്കിലും തരണം, 1 പവനാ 1/2 പവനാ തരണോ? അപ്പൊ അയാൾ പറഞ്ഞ്, നിനക്കെന്നെ മങ്ങലാവല്ലേ ഓളെ, നീ എന്തിനു വേറെ ആർക്കും? അതാ ഇങ്ങനത്തെ കുറെ കേൾക്കേണ്ടി വരും. അപ്പൊ മനസ്സെത്ര വേദനിക്കും, ആ മനസ്സിന് എത്ര നൊമ്പലുണ്ടാവും എന്ന് കരുതിയിട്ട് ഞാൻ വന്നിട്ട് കമ്മിറ്റിയിൽ പെട്ട് പറയുന്ന ബാക്കി ഞാൻ ഇല്ല, മതിയാക്കി. ഇത് ഒരു നുസ്രത്തുൽ ഇസ്ലാമും വേണ്ട, ഒരു മണ്ണങ്കട്ടം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ മതി. അതാ വേണ്ട, മതിയാക്കണ്ട. അത് ഇബ്ലീസിന്റെ പണിയാണ്, നിന്നെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ. നീ മതിയാക്കാൻ പാടില്ല, നീ ഇബ്ലീസിനെ തോൽപ്പിച്ചിട്ട് അതിജയിക്കണം. മനസ്സിന് ബേജാറുണ്ടായില്ലേ അയാൾ അങ്ങനെ പറഞ്ഞപ്പോ? നായൻ ആഖിറത്തിൽ വലിയ പദവി ഉണ്ടാവും. അതുകൊണ്ട് സ്വർഗ്ഗം എത്തുന്ന ചിലപ്പോ നീ നിസ്കാരം ഉണ്ടായിരിക്കൂല, റമളാനിൽ നോമ്പുണ്ടായിരിക്കൂല, നിങ്ങൾ ഓതിയ ഖത്തും തീർത്തത് കൊണ്ടായിരിക്കില്ല. അല്ലേ? ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ കേൾക്കേണ്ടി വന്ന കുത്തുവാക്ക് അതിങ്ങനെ കുന്നുകൂടിയിട്ടുണ്ട്. അവിടെ പോയി നോക്കുമ്പോ അതെന്തിനാ അവിടെ കൂടിനെ? അത് കേട്ട കുത്തുവാക്കുകളാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോയി കോന്നു നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്തിനാണ്? അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ നോക്കണം. ചെറിയൊരു ഉദാഹരണം പറയാം, ബാക്കി ഞാൻ വാതിലേക്ക് എടുക്കാം. ചെറിയൊരു ഉദാഹരണം. എന്താണ്? ഒരാള് പള്ളിയിൽ വന്നു നിസ്കരിക്കാൻ വന്നു. അയാൾ ളുഹുർ നിസ്കരിച്ചില്ല. ളുഹുർ ജമാഅത്ത് കഴിഞ്ഞ ശേഷമാണ് ഒരാൾ വന്നത്. അപ്പൊ നമ്മള് ജമാഅത്ത് എല്ലാം കിട്ടി, നിസ്കാരം കഴിഞ്ഞു. അയാൾ നോക്കുമ്പോ ഒറ്റക്കാണ് നിസ്കരിക്കുക. അപ്പൊ അയാളോട് ചോദിക്കണം, അല്ലേ എന്ത് നിങ്ങക്ക് ജമാഅത്ത് ആക്കുവാൻ ആശയുണ്ടാ? ജമാഅത്തായി നിസ്കരിക്കാൻ ആശയുണ്ടാ? അപ്പൊ അയാൾ ആശ ഉണ്ടെന്ന്. ചിലപ്പോ ആശ ഉണ്ടാവൂല, അല്ല ബേം പോണ്ടി വരും. ആശ ഉണ്ടെന്ന് ഞാൻ ജമാഅത്ത് കിട്ടണമെന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നേ, നോക്കുമ്പോൾ ജമാഅത്ത് ബേം തീർന്ന് എന്ന് ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുന്നത് നിന്റെ ഒക്കത്തെ ജമാഅത്തിനെ, നമ്മ ജമാഅത്തെ നിസ്കരിക്കാം. അല്ല നിങ്ങൾ നിസ്കരിച്ചല്ലേ, ഒക്കെ നിസ്കരിച്ചിനല്ലേ, ഒക്കെ നിസ്കരിച്ചു നോക്കൂ. രണ്ടാമത്തോട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിസ്കരിക്കാം. അത് എന്താ സഹകരണം? എന്താ കാരണം? ഞാൻ കൂടിക്കൊടുത്താൽ ഈ മനുഷ്യന് ഒരു ജമാഅത്ത് കിട്ടും. അത് ഇമാമികളൊക്കെ കിതാബിൽ പറഞ്ഞല്ലേ. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഇന്ന് വരെ ചെയ്തവരുണ്ടോ? ഞമ്മ നിസ്കരിച്ച് വലത്തും എടുത്ത് തിരിഞ്ഞു നോക്കൂല, ഒറ്റ പോക്ക. എന്താ കാരണം? ഓമിറ്റ് വിളിക്കുവാനാണ് ബാക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ബയ്യക്ക് ഒരുക്കന്നെ നിസ്കരിച്ച് ഭാര്യ കഷ്ടത്തിൽ, പിന്നെ ബയ്യക്ക് നിസ്കരിക്കുന്നില്ലെങ്കിൽ അല്ലെ സഹകരിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ വരുന്നത്, അല്ല നിങ്ങൾ ഒരിക്കൽ നിസ്കരിച്ചല്ലേ, നിസ്കരിച്ചാലും ഞാൻ വരുന്നത് എനിക്ക് അങ്ങനെ നിസ്കരിക്കാം. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഒക്കെ അങ്ങനെ ഉണ്ട്, അങ്ങനെ തന്നെ ഉള്ളു, അങ്ങനെ തന്നെ ഉള്ളു. എന്ത് ഒരിക്കൽ നിസ്കരിച്ചെങ്കിലും രണ്ടാമതായിട്ട് ജമാഅത്തിന് അവസരം ഉണ്ടാ, നീ കൂടി കൊടുക്ക്. നല്ല കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ വന്നു, അയാൾ വേറെ നിസ്കരിക്കാൻ നോക്കണം. അപ്പൊ പിന്നെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, ആരെങ്കിലും ഈ മനുഷ്യന് സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ ചോദിച്ചു. സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ അയാളെ കൂടെ നിന്ന് കൊടുക്കി നിസ്കരിക്കാൻ, അയാൾക്കൊരു ജമാഅത്ത് കിട്ടട്ടെ. സുഹൃത്തുക്കളെ, എന്തിനാണ് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം? ലക്ഷ്യം ഏറ്റവും പ്രധാനമാണ്, സ്വർഗം. ദുനിയാവല്ലല്ലോ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ലക്ഷ്യവും. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലൊന്ന് എത്തിക്കിട്ടണം. അതിനാണ് ഞാൻ ഈ വാള് പറയുന്നത്, വാള് സംഘടിപ്പിക്കുന്നത്. ഇതുപോലെ പാവങ്ങളെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും എല്ലാം ചെയ്യുന്നത് സ്വർഗം കിട്ടാനാണ്. അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യദ്ഖുലു മിൻ ഉമ്മത്തി 70 അൽഫാ അൽ ജന്നത ബിഗൈരി ഹിസാബ്. കുറെ ആളുകൾ സ്വർഗത്തിൽ പോകും. അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തി തരട്ടെ. പക്ഷേ വിചാരണയില്ലാതെ, ചോദ്യമില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരാണ് 70,000 ആളുകൾ. എന്റെ സമുദായത്തിൽപ്പെട്ട 70,000 ആളുകൾ. അവരോട് ഒരു കയ്യും കണക്കുമില്ല, ചോദിക്കാനില്ല, വിചാരണയില്ലാതെ അവർ സ്വർഗത്തിൽ കടക്കൂ.
ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. എന്ത് പറഞ്ഞാലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കാതിരിക്കില്ല. ആർക്കും ചോദിക്കാൻ ഒരു ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് എല്ലാം ചോദിക്കാൻ ധൈര്യം ഉണ്ടാവും. എന്റെ സമുദായത്തിൽ 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എണീറ്റിട്ട് ഒറ്റ ചോദ്യം, നബിയേ സ്വർഗ്ഗ ചൊല്ലിങ് അങ്ങനെ 70,000 മാത്രമാ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നത്. അല്ല, ബാക്കിയുള്ളവരെല്ലാം സ്വർഗത്തിൽ പോകുന്നവരുണ്ടാവും, എന്നാലും വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന 70,000 ആളുകൾ. അല്ല, ആയെങ്കും അത് 70,000 മാത്രമാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു. ഉമറിന്റെ നാവിൽ സത്യമല്ലാത്തത് വരൂല്ല. ഉമറു ഫിൽ ജന്നത്തി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് പ്രഖ്യാപിച്ചതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 70,000 മാത്രാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ. പക്ഷേ എങ്ങനെയുള്ള 70,000 ആണ് ഉമറേ? നിങ്ങൾ കരുതി വെച്ച 70,000 അല്ല. വമഅ കുല്ലി അൽഫിൻ 70,000. ആ 70,000 ഓരോ 1000 ഉണ്ടല്ലോ, അങ്ങനെയുള്ള 70 അല്ലേ ഉള്ളത്. ആ ഓരോ 1000ന്റെ കൂടെ ഓരോ 70,000 ഉണ്ട്. അപ്പൊ എത്രയായി നിങ്ങൾ കണക്കൂട്ടി നോക്ക്. ഓരോ 1000ന്റെ കൂടെ ഓരോ 70,000. അങ്ങനെയുള്ളതായ 70,000 എന്റെ സമുദായത്തിൽപ്പെട്ടവർ വിചാരണയില്ലാതെ അവർ ഡയറക്റ്റ് ഗ്രീൻ ചാനലിലൂടെ, ഗ്രീൻ സിഗ്നലിലൂടെ സ്വർഗത്തിൽ കടക്കുന്നവരാ. അങ്ങനെ ആ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ എണീറ്റ് നിന്നു സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരനായ സ്വഹാബി. ആരാണ് ആ സ്വഹാബി? സയ്യിദുനാ ഉക്കാശ റളിയല്ലാഹു അൻഹു. എണീറ്റിട്ട് ഉക്കാശ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും. ഇപ്പോ നിങ്ങൾ ചൊല്ലിയാരല്ലേ നബിയേ 70,000 ആള് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നു. എങ്ങനത്തെ 70,000 എന്ന് ചോദിച്ചപ്പോ ഓരോ 1000ന്റെ കൂടെ ഓരോ 70,000 ഉണ്ടെന്ന് ചൊല്ലിയില്ലേ? അക്കൂട്ടത്തില് ഒരുത്തൻ ഞാനാകാൻ വേണ്ടി വന്നത് ആർക്കി? നബിയേ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം. അതിൽ ഒരുത്തൻ ഞാൻ എത്ര 1000 ഉണ്ട് ഇപ്പോ ഇതില്. അതിൽ ഒരുത്തൻ ഞാനായി കിട്ടാൻ വേണ്ടി വന്നത് ആർക്കു? നബിയേ. ഉക്കാശ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാൻ പറയാണ്. ഈ അവസരം അങ്ങ് ഉപയോഗപ്പെടുത്തി ഉക്കാശ റളിയല്ലാഹു അൻഹു നല്ല നല്ല അവസരം ഉപയോഗപ്പെടുത്തുന്നവരാണ് ബുദ്ധിയുള്ളവർ. നല്ല കാര്യം ചെയ്യാൻ അവസരം കിട്ടുമ്പോ മാറി നിൽക്കുന്നവൻ ബുദ്ധി കുറഞ്ഞവനാണ്, അവൻ ബുദ്ധിശൂന്യനാണ്. അതേ സമയത്ത് ഇങ്ങനൊരു സംഘടന നാട്ടിലുണ്ടെന്ന് അറിയുമ്പോൾ എനിക്കും അതിന്റെ ഒരു മെമ്പർഷിപ്പ് വേണം. നിങ്ങൾ പ്രവർത്തിക്കുമ്പോ നിങ്ങളെ കൂടെ എന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ ഞാനും ഒരാളായി പ്രവർത്തിക്കാൻ കൂടെയുണ്ടെന്ന് ആലോചിച്ച് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ മനസ്സ് കാണിക്കുന്നവനാരാണോ അവനാണ് ബുദ്ധിമാൻ. ഉക്കാശ റളിയല്ലാഹു അൻഹു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അൻത മിൻഹു. ഓ ഉക്കാശ, ബേജാറാകണ്ട, നിങ്ങളാ കൂട്ടത്തിൽപ്പെട്ടയാളാണ് കേട്ടോ. ഇതങ്ങ് ചോദിച്ചപ്പോ അതിനുണ്ടല്ലോ, ആദ്യം ചോദിക്കാൻ ധൈര്യം കാണിക്കണം. അതിന് നല്ല അവസരത്തിൽ അങ്ങനെ അല്ലേ? ആദ്യം ചോദിച്ച ആൾക്കത് കിട്ടും. പക്ഷെ അയാൾ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് അല്ലേ, മംഗളത്തിന്റെ പേർക്കെല്ലാം പോകുന്നുണ്ട്. മംഗളത്തിന്റെ പേരിലെല്ലാം നിക്കാഹ് കഴിഞ്ഞ ഉടനെ പായുന്ന ഒരു ഓട്ടം ഉണ്ടല്ലോ, നിങ്ങൾ എന്ത് മംഗളത്തിന് പോയിട്ടൊന്നും ബൈക്കാതെ തിരിച്ചു വരുന്നവർ പാടി നല്ലവരെ പോലെ ഉണ്ണാന് ചോറുണ്ണാൻ പോലേ. നിക്കാഹ് കഴിഞ്ഞാൽ ചോറുണ്ണാൻ വേഗം പോ, പിന്നെ സീറ്റ് ഉണ്ടാകുന്നില്ല, പിന്നെ കുറെ നേരം കഴിയും.
ആദ്യം പോയവൻ രക്ഷപ്പെടും. ഉക്കാശ തങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോൾ വിശ്വാസങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബേജാറൊന്നും ആവേണ്ട ഉക്കാശ, അന്ത മിൻഹും, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടയാളാണെന്ന് പറഞ്ഞു. ഉക്കാശ റളിയല്ലാഹു ചോദിച്ചപ്പോ അടുത്തുണ്ട് വേറൊരു സ്വഹാബി, ഓർക്കൊരാഗ്രഹം, ഞാനും ഒന്ന് ചോദിക്കട്ടെ. ആ സ്വഹാബി എവിടെ നിന്ന് എണീറ്റു, എന്നിട്ട് ചോദിച്ചു, നബിയേ ഉദുഅല്ലാഹ യജഅലനി മിൻഹും. ഉക്കാശ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഞാനും അതിൽ പെടാനൊന്ന് ദുആ ചെയ്യൂ നബിയേ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ആദ്യം ചോദിക്കേണ്ടിരുന്നു. സബഖക ബിഹാ ഉക്കാശ. ആ അവസരം ഉക്കാശ തങ്ങൾ കൊണ്ടുപോയി. ഇനി നമുക്ക് ബയ്യ നോക്കാം, പിന്നൊരുക്ക നോക്കാം. അപ്പൊ ആദ്യം ചോദിക്കാം. ആദ്യം ഏത് നല്ല കാര്യത്തിനും ആദ്യം ഇറങ്ങാണ്, അത് നല്ല അവസരമാണ്. സുഹൃത്തുക്കളെ, ആ സ്വർഗത്തിൽ ഞാനൊന്ന് പെടുമോ എന്ന് മഹാന്മാരായ സ്വഹാബത്ത്, അവർക്ക് ഇൽമിന്റെ കുറവില്ല, നീതിയുടെ കുറവില്ല, റബ്ബിന്റെ പേടിയുടെ കുറവില്ല, ഇബാദത്തിന് കുറവില്ല, തഖ്വക്ക് കുറവില്ല, നാലാൾക്ക് ഉപകാരം ചെയ്യുന്നത് കുറവില്ല. പക്ഷേ എനിക്ക് സ്വർഗത്തിൽ ഒരിടം കിട്ടുമോ എന്ന് സ്വഹാബത്ത് ചിന്തിക്കാൻ കാരണം അവർക്കതിന്റെ നിലയും വിലയും മഹത്വവുമെല്ലാം ശരിയാം വണ്ണം മനസ്സിലായത് കൊണ്ടാണ്. ആ സ്വർഗത്തിലെത്തുന്നവരാരാണ്? ഈമാനുള്ള ജനങ്ങളാണ്. മനുഷ്യനെന്ന് പറഞ്ഞാലോ, അതുകൊണ്ടാണ് ഈമാനുള്ള ജനങ്ങളുടെ വിശ്വാസം ഈ ലോകം എക്കാലത്തും നിലനിൽക്കുന്ന ലോകമല്ല, ഇതിനൊരവസാനമുണ്ട്. ഇത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ജനതയോട് പറഞ്ഞപ്പോ അന്നത്തെ ആളുകൾക്ക് അവിശ്വാസം തോന്നി. എന്തീ പറയുന്നേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ലോകമുണ്ട്, പറയുന്നത് ഇങ്ങനെ പറഞ്ഞപ്പോ അവരുടെ സംശയം തീർത്തു കൊടുക്കുകയാണ് ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി, മരണമുണ്ട്, ഇന്നും കണ്ടില്ലേ, മരിച്ചില്ലേ ഇവിടെ. അദ്ദേഹത്തിന് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. ഞങ്ങൾ അവിടെ പോയി യാസീൻ ഓതി ദുആ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തിനാണ് യുവാക്കളെ, എന്തിനാണ് അങ്ങോട്ട് പോയി ദ്വാർന്നിട്ട് വന്നത്? കേവലം മരിച്ചു എന്നതുകൊണ്ട് മാത്രമാണോ? അല്ല. എന്നോട് പറഞ്ഞു, ഈ നാട്ടിൽ ആര് മരിച്ചാലും ഖബർ കുഴിക്കുന്നിടത്തും മയ്യത്തിനെ കിടത്തുന്നിടത്തും മൂപ്പര് മുന്നിലുണ്ടാകൂ. അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ വേഗം പോവാൻ തോന്നും. എന്തേ കാരണം? നാലാൾക്ക് ഉപകാരം ചെയ്ത ആളാണ് അയാള്, ഒരുപാട് ആൾക്ക് ഉപകാരം ചെയ്ത ആളാണ്. അപ്പൊ അയാളങ്ങ് മരിച്ചപ്പോൾ വലമുണ്ടോ ഉസ്താദ്, അവിടെ പോയി ദുആ ചെയ്തു. ഈ സാധുവായ മുത്തഅല്ലിമായ ഞാൻ അവിടെ പോയി യാസീൻ ഓതി ദുആ ചെയ്തു. എന്തിനാണ്? നാലാൾക്ക് ഉപകാരം ചെയ്തയാൾ മരിച്ചാൽ എല്ലാരെ ദുആയും അയാൾക്ക് കിട്ടും. അല്ലാഹു അദ്ദേഹത്തിനും ഈ നാട്ടിൽ നിന്ന് മുൻകാലങ്ങളിൽ ആരെല്ലാം മരിച്ചുപോയി ഖബറിൽ കഴിയുന്നുവോ അവരെയും ഞങ്ങളെയുമെല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ആ മരണം സത്യമാണ്. മരണത്തിന് ശേഷം ഖബറിലുള്ള ജീവിതം സത്യമാണ്. അത് വെറുതെ കൊണ്ടുപോയി ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കൊണ്ടുപോയി മറവ് ചെയ്യലല്ല. ഖബർ ജീവിതം ഹഖാണ്. ആ ഖബറിൽ മുൻകർ നകീർ എന്ന മലക്കുകൾ വന്നിട്ട് ചോദ്യം ചോദിക്കുന്നത് ഹഖാണ്. അത് ഇല്ലാത്തത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ല. എന്നിട്ടോ ആ ഖബറിൽ പോയി കിടത്തലോടുകൂടെ എല്ലാം അങ്ങ് തീർന്നുപോയി എന്നുണ്ടോ? ഇല്ല. അവിടുന്നതാ ഒരു ദിവസം പുനർജന്മമുണ്ട്. ആ ഖബറിൽ കിടന്ന ഖബറാളികൾക്ക് മുഴുവനും പുനർജന്മമുണ്ട്. ആദ്യമായി പുനർജന്മം ലഭിക്കുന്ന നേതാവ് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ആദ്യത്തെ പുനർജന്മം. ഇത് സ്വലാത്ത് വാർഷിക പരിപാടിയും കൂടിയാണ്. ഇപ്പൊ ഞങ്ങൾക്കെല്ലാം ഉള്ള വില എന്ത് പറയുന്നത്? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഉമ്മത്ത് എന്ന് പറഞ്ഞ വിലയാണ്. അതിന്റെ അപ്പുറം വേറെ എന്ത് വില? വില കുറെ പേരുണ്ടാവും, മഹത്വം കുറെ ഉണ്ടാവും. ഏറ്റവും വലിയ നിലയും വില എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഉമ്മത്ത് ഉണ്ടല്ലേ. ബാപ്പ നല്ല പേരുള്ള ബാപ്പയാണ് എങ്കില്
തങ്ങന്മാരോടും ആലിമീങ്ങളോടൊക്കെ വലിയ അടുപ്പം ഒക്കെ ഉള്ള ബാപ്പയാണെങ്കിൽ അയാളെ മോന് തങ്ങന്മാരുടെ അടുത്ത് പോയിട്ട് മിണ്ടുന്ന എങ്ങനെ അറിയോ? ഞാൻ ഇന്ന ആചാര മോനാണ്. എന്താ കാരണം? അത് പറയാനൊരു സന്തോഷം, അത് പറയാനൊരു സന്തോഷം. നല്ല ഉസ്താദാണ് പഠിപ്പിച്ചതെങ്കിൽ ആ ഉസ്താദിന്റെ ശിഷ്യനാണോ എന്നാ വേറെ ആളോട് പറയുമ്പോൾ ഞാൻ ആ ഉസ്താദിന്റെ ശിഷ്യനാണ്, അതൊരു ക്രെഡിറ്റ് ആണ് അല്ലേ? ചില സ്ത്രീകൾ കണ്ടില്ലേ, നല്ല ഭർത്താവാണെങ്കിൽ, നാട്ടിലെല്ലാവർക്കും ഇജ്ജത്തൊക്കെ ഉള്ള ഭർത്താവാണെങ്കിൽ മംഗളത്തിന്റെ പുരക്ക് പോയാൽ, അപ്പൊ ഈ മംഗളത്തിന്റെ പുരക്കെല്ലാം പോയാൽ ഗുർത്താന്ന് അറിഞ്ഞിട്ടൊന്നുണ്ട്, പെണ്ണുങ്ങ ഗുർത്താന്ന്. അപ്പൊ ഇത് അത് ഞാൻ ഇന്നാളെ സന്തോഷത്തോടെ പറയും, ഞാൻ ഇന്നാളെ തിരിയോ ഇന്നാളെ ഭാര്യ. അതേ സമയത്ത് കള്ളും കുടിച്ച് നടക്കണ, എല്ലാ തോന്നിവാസത്തിലും ഓനുണ്ട്, ഗുലുമാലിലും ഓനുണ്ട്. എങ്കില് പാവം ഈ പെണ്ണ് കഷ്ടകാലത്തിന് അച്ചങ്ങായിന്റെ ഭാര്യയായി വന്നതാണ്, എന്താ ചെയ്യാ ഇനി? മംഗളത്തിന്റെ പുരക്ക് ആരെങ്കിലും നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല ഞാനുമ്പോ, ഞാൻ എന്റെ നാട് അവിടെ, ഞാൻ പെണ്ണിന്റെ കുടുംബത്തിൽപ്പെട്ടത്, അങ്ങനെ ബന്ധിനെന്ന് പറയും. ഭർത്താവ് ഇന്നതെന്ന് അറിയില്ല, എന്താ കാരണം? അത് പറഞ്ഞ നിലയും വില ഉണ്ടാവൂല. അങ്ങനെയാണ് എന്റെ കണക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് നിന്നപ്പോ സുനനു തുർമുദിയിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടിയത്. ഒരുപാട് നബിമാരെ കണ്ടല്ലോ, നബിമാരെ കണ്ടു എന്നാ പറഞ്ഞ, നബിമാരെ ഫോട്ടോ കണ്ടു എന്നല്ല. സുബ്ഹാനല്ലാഹ്, പുത്തനാശയക്കാരെന്താ പറയണേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണ്, സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു, സാധാരണ മനുഷ്യനെ പോലെ മരണപ്പെട്ടു, സാധാരണ മനുഷ്യനെ മറവ് ചെയ്യും പോലെ മറവ് ചെയ്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം പോലും മണ്ണിൽ ജീർണിച്ചു പോകും, ഇല്ലെങ്കിൽ എന്തിനാണ് അത് മറവ് ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിച്ച് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ, പുസ്തകങ്ങളിൽ അവർ എഴുതി വെച്ചത് ഇന്നും നമ്മുടെ ആലിമീങ്ങൾ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതുപോലത്തെ ഒരു റജബ് 27-ാം രാവല്ലേ ഇസ്രാ മിഅ്റാജ് പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നബിമാരെയാണ് ഓരോ ആകാശങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. ഓരോ സ്ഥലങ്ങളിലും സ്വാഗതം ചെയ്യാനും വരവേൽക്കാനും ഓരോ നബിമാരുണ്ടായിരുന്നില്ലേ? ഞാനിപ്പോൾ അതിലേക്ക് കിടക്കണില്ല. ആ നബിമാരെയൊക്കെ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരി. മൂസ നബി അലൈഹി സ്വലാമിന്റെ ഖബറിൽ മൂസ നബി അലൈഹി സ്വലാം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സ്വപ്നം കണ്ടു എന്നല്ല പറഞ്ഞു, ഞാൻ കണ്ടു എന്നാ പറഞ്ഞേ. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ നബി അലൈഹി സ്വലാം മണ്ണിൽ ജീർണിച്ചു പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇല്ല, യുസല്ലി എന്നാ പറഞ്ഞേ. മൂസ നബി അലൈഹി സ്വലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. മൂസ നബി അലൈഹി സ്വലാം വഫാത്തായിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് നടത്തിയത്? ആ മൂസ നബി അലൈഹി സ്വലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചക്കള്ളം പറഞ്ഞതാണോ, വെറുതെ പറഞ്ഞതാണോ? നമ്മൾ ഇത് മനസ്സിലാക്കണം. ഞാനിപ്പോഴൊന്നും ഇവിടെ അത്രക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കണില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖീതു ഇബ്രാഹിം അലൈഹിസ്സലാം ലൈലത ഉസ്രി ബി. ഞാൻ ഇസ്രാ യാത്ര നടത്തിയപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, നിങ്ങളെ ഉമ്മത്തിന് എന്റെ ഒരു സലാം പറയൂ നബിയേ. ഒന്ന് ആലോചിച്ചു നോക്ക്, ആരുടെ സലാമാണ് നമുക്ക് കിട്ടിയത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടവർ ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല, ഞാനും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. ആ കാണാത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്റെയും നിങ്ങളുടെയും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അതാ സലാം പറഞ്ഞേക്കുകയാണ്. അവിടുത്തെ ഉമ്മത്തിന് എന്റെ ഒരു സലാം പറയൂ നബിയേ. അപ്പൊ എനിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സലാം കിട്ടാൻ കാരണം, നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സലാം കിട്ടാൻ കാരണോ?
ഞാൻ ഇന്നയാളെ മോനായത് കൊണ്ടാണോ, പുള്ളിയായത് കൊണ്ടാണോ? അല്ല, ഞാനും നിങ്ങളും ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരായത് കൊണ്ടാണ്. എന്നിട്ട് പറയാണ്, നബിയേ, അവിടുത്തെ ഉമ്മത്തിന് ഞാൻ ഒരു ഇൽമു പറഞ്ഞു തന്നാൽ അങ്ങൊന്ന് പറഞ്ഞു കൊടുക്കുമോ നബിയേ? ഏതാണ് ഇൽമ? അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബത്തി അദ്ബത്തുൽ മാ. ഓ, സ്വർഗമുണ്ടല്ലോ, നല്ല ശുദ്ധമായ മണ്ണുള്ള കേന്ദ്രമാണ് സ്വർഗം. ശുദ്ധമായ പാനീയമുള്ള വെള്ളമുള്ള കേന്ദ്രമാണ് സ്വർഗം. അതൊന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. പക്ഷേ ആ സ്വർഗം കിട്ടണോ? വെറുതെ അങ്ങ് കിട്ടൂല. അതേ, ആ സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കേണ്ടുന്ന ഗിടമാണ് തയ്യാണ്. അതേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. കഴിവിന്റെ പരമാവധി അത് വർദ്ധിപ്പിക്കണോ? ഓ, മറക്കപ്പുറത്തിരുന്ന് വാത കേൾക്കുന്ന ഉമ്മമാരെ, വാത കേൾക്കുന്ന സഹോദരിമാരെ, മൊബൈൽ ദിക്റ് ചൊല്ലിയാ പോരാ. മൊബൈൽ ദിക്റ് ചൊല്ലിയാ പോരാ, ഞമ്മ ചൊല്ലണം. അത് മൊബൈലിന്റെ ഒക്കത്തെ ചൊല്ലിയാലും കുഴപ്പമില്ല, ഞമ്മ വേറെ തന്നെ ചൊല്ലിയാലും കുഴപ്പമില്ല. അതങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ മജ്‌ലിസിന്റെ വിരോധി എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. ഒക്കത്തെ ചൊല്ലിയെങ്കിലും കുഴപ്പമില്ല, വേറെ ചൊല്ലിയെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മൊബൈലിനെ മാത്രം അവിടെ ചൊല്ലാൻ വിട്ടിട്ട് ഞമ്മ ദൂരെ പോയിട്ട് ഞമ്മ വേറെ തന്നെ വർത്താൻ പറയില്ല. മൊബൈൽ അവിടെ അടുക്കളയിൽ അവിടെ അതാതും ആയിക്കൊണ്ടു, എല്ലാം ആയിക്കൊണ്ടു. അല്ല ഉസ്താദേ, അതൊരു ബർക്കത്ത് തന്നെയല്ലേ? പൊരൽ ഇങ്ങനെ കേൾക്കുന്ന ഒരു ബർക്കത്തല്ലേ? ഞമ്മ ചൊല്ലിയെങ്കിൽ ചൊല്ലില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ ചൊല്ലിയെങ്കിൽ കുറച്ച് ബർക്കത്ത് കൂടുതലുണ്ടാവും. അതിനത് പറഞ്ഞു തരണേ. ബർക്കത്ത് എത്ര കിട്ടിയാലും മതിയാ? അല്ല, മതിയാവൂല. നമുക്ക് എത്ര കിട്ടിയാലും അല്ല, എന്നാലും ഒരു ബർക്കത്തിനുണ്ടായിക്കോട്ടെ. അതാ നമ്മ ബൈക്കുമുണ്ടല്ലേ, കൊറേ അങ്ങ് ബൈച്ച് ഇനി മതി 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 മതിനായി. പിന്നെയാണ് ഇയാൾ ചിന്തിക്കണേ, മതിയായിട്ടില്ല, മതിയും തോന്നിന് മാത്രം കുറച്ചിടി ബർക്കത്തിനിടി. അവിടെ മാത്രം ഒരു ബർക്കത്ത് എടെ തിന്ന് നടത്തി. ആ കുറച്ചിടി ബർക്കത്തിന് എല്ലോണം ലേസോ കുറച്ചിട്ടാ മതി. ബർക്കത്ത് വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞത് അത് മാത്രം പോരാ, നമ്മളും ഒപ്പം ചൊല്ലണം. ഏറ്റവും കൂടുതൽ ചൊല്ലണം. സ്വർഗത്തിലെത്താൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബിയെ തങ്ങളെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തതാണത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ആ ദിക്റങ്ങ് ചൊല്ലൂ. സ്വർഗം കിട്ടാൻ പ്രധാനപ്പെട്ട വഴിയാണ്. അതൊന്ന് അവിടുത്തെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കൂ നബിയേ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, മരണത്തിന് ശേഷം ഒരു പുനർജന്മമുണ്ടെന്നത് സത്യമാണ്. ആ പുനർജന്മമുണ്ടെന്ന വിഷയത്തിൽ സംശയിക്കുന്നവരുണ്ടോ? എന്നാൽ ഖുർആൻ പറയാണ്, നിങ്ങളാരും സംശയിക്കണ്ട, ഞാനതാ നിങ്ങൾക്കത് വേണ്ടതുപോലെ മനസ്സിലാക്കി തരാം. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്നതിൽ സംശയിക്കണ്ട, ഞാനതാ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് തരാം. ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ ലിനുബയ്യിന ലക്കും വനുഖിറു ഫിൽ അർഹാമി മാ നശാ. ഞാനും നിങ്ങൾ മുമ്പുണ്ടായിനോ? ഇവിടെ ഞാൻ കൂടെ ഉണ്ടായിനോ? ഞാനും നിങ്ങൾ മുമ്പിടെ ഉണ്ടായിരുന്നോ? നിങ്ങളെ പണ്ടേ ഉള്ളതുപോലെ ആക്കുന്നല്ലേ ഉണ്ടായിന? ആരുണ്ടായിട്ടില്ല, ഞമ്മല്ല പിന്നെ ഉണ്ടായവരല്ലേ? അങ്ങനല്ലേ എന്റെ കണക്ക്? അതാ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞേ, എന്തും ഇല്ലാത്തടത്തേക്ക് നിങ്ങൾ ഞാൻ ഉണ്ടാക്കി. അന്ന് നിങ്ങളെ തടി തന്നെ ഇല്ല. അങ്ങനത്തെ നിങ്ങളെ ഞാൻ ഉണ്ടാക്കിയ എടന്നുണ്ടാക്കിയ ഒരു മണ്ണ്. അതെങ്ങനെ മണ്ണിന്നുണ്ടാക്കുന്നേ? അത് ഞമ്മളെ ഉപ്പോ ഞങ്ങളെ ഉമ്മോ ഓരല്ലോ പച്ചക്കറിയെല്ലാം തിന്നാറ്. പച്ചക്കറിയെല്ലാം ഈ മണ്ണിന്റെ സഹായം കൊണ്ട് ഉണ്ടാകുന്നല്ലേ തർക്കാരി. അതെല്ലാം ഉണ്ടാക്കി തിന്നപ്പോ അതിലൂടെ ഇന്ദ്രിയത്തുള്ളി ഉണ്ടായി. ആ ഇന്ദ്രിയത്തുള്ളി ബാപ്പാന്റെ മുതുകുന്ന് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വന്നു. ഗർഭപാത്രത്തിൽ വന്നിട്ട് അവിടെ ഇത് ഇന്ദ്രിയത്തുള്ളിയായിട്ട് തന്നെ ഉണ്ടായിനി. പിന്നെ നോക്കുമ്പോ അത് ഒരു ചോരക്കട്ടായിട്ട് വന്നു. പിന്നെ നോക്കുമ്പോ ഇറച്ചി കട്ടായി. രൂപം ഉള്ളതുമായി രൂപം ഇല്ലാത്തതുമായി.
എന്തു ഇല്ലാത്തടന്ന് ഞാൻ നിങ്ങളെ ഈ നിലയ്ക്ക് എത്തിച്ചെങ്കിൽ മരിച്ച ശേഷം നിങ്ങളെ തടിയെങ്കിലും കബറിൽ കൊണ്ടുപോയി വെച്ചതല്ലേ, അവിടുന്ന് എനിക്ക് പിന്നെ പുനർജന്മം തരാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാല് അത് നടക്കാൻ പോണ കാര്യമാ? അല്ലാഹു തആല പറയാണ്, എന്തും ഇല്ലാത്തടന്നല്ലേ നിങ്ങളെ ഞാൻ പഠിച്ചേ. പക്ഷേ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ എല്ലാരും മിക്ക പെണ്ണുങ്ങന്മാരും പെരുന്നപ്പോ 7 മാസം 7.5 മാസം. നിങ്ങൾ ഇത് ചൊല്ലുമ്പോ കൂറത്തങ്ങളെ നെനപ്പാന്നല്ലേ നിങ്ങൾക്കല്ലേ? അള്ളാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ അല്ലെ? കൂറത്തങ്ങൾ അങ്ങനുണ്ട്. അവരൊക്കെ നമ്മളെ ഇന്ന് ഞങ്ങളെ കൂടെ അങ്ങനെ വേദി പങ്കിടാനില്ലാതായി പോയി. അള്ളാഹുവേ നീ അവരുടെ ഒക്കെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. ഇല്ലേ, ഇന്ന് മിക്ക പെണ്ണുങ്ങന്മാരും, മിക്കെന്നല്ല അങ്ങനെ പോയി നോക്കുമ്പോ മാപ്പിള അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന കാണും. എന്തേ അത് പെഞ്ഞ ഇപ്പൊ എത്ര ആലോചിച്ചാണ് ഓക്കെ. NICU എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ICU അല്ല, NICU. എന്താ അത്? NICU എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പുള്ളനെ കടത്തുന്ന സ്ഥലം, ഹോസ്പിറ്റൽ. മിക്കതും ചിലപ്പോ മാസം ഭർത്തിയാകാതെ പ്രസവിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ല, കുറച്ച് പോയിട്ട് ചൂടിൽ കിടത്തും. കുറച്ച് ഒരു മാസോ 26 ദിവസമോ 20, അത് ഓരോന്നിന്റെ ആവറേജ് അനുസരിച്ചുണ്ടാവും. അപ്പൊ എന്റെ പെഞ്ഞ പെത്താൽ ഉസ്താദ് ഒക്കെ തിങ്ങൾ ഭർത്തിയാവാന്റെ പെത്തോ, അങ്ങനെ കിടാവ് NICUലുണ്ട്. അതാ അങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നോക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് കൂടുതലും. അപ്പൊ പറയുന്നത് ഇപ്പൊ ചമ്മ പെണ്ണിങ്ങമാർ അങ്ങനെ പേരുടെ പാവ അങ്ങനെ തിങ്ങൾ ഭർത്തിയാവാൻ ഒരു അമസാറ ഒന്ന് വേഗം പെത്തിട്ട് വിടാന്ന് അല്ലേ? നിങ്ങൾക്കിത് പറയുമ്പോ ചിരി വരുന്നത് ഞാൻ വെറുതെ പറയുന്നല്ല. അതിന്റെ ഇടങ്ങേറ് ഓർക്കുവോ റബ്ബിനെ അറിയോ അത്ര ഒക്കെ. അല്ലാഹ് അതുകൊണ്ടാണ് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ എങ്കാലും കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരു ബേജാറ് ബാപ്പക്ക് ഏതായാലും ഉണ്ടാവും. ഉമ്മാക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബേജാറാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആ ഉമ്മാനെ സമാധാനിപ്പിക്കേണ്ടത് ബാപ്പയാണ്, ഭാര്യനെ സമാധാനിപ്പിക്കേണ്ടത് ഭർത്താവാണ്. എന്താ കാരണം? ഞമ ഈ കുഞ്ഞിനെ പുറത്തിട്ട് നടന്നില്ല, ഞമ ഒന്ന് ഞമ്മളയിൽ ഉണ്ടായതിനെ ഒന്ന് ഓർക്ക് കൊടുത്തു എന്ന് മാത്രം. അതേ സമയത്ത് ഇതിനെ ഇക്കണ്ട മാസങ്ങളോളം ചുമന്ന് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ചുമന്നു കൊണ്ടുപോയത് ഓരാണ്. അവസാനം പ്രസവിച്ചു നോക്കുമ്പോ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയില്ല എന്ന് കണ്ടാൽ അതിന്റെ ഒക്കെ വിഷമം ബാപ്പക്കുണ്ടാവും. ഇല്ലാതല്ല ഞാൻ പറയണേ, ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് ആർക്കാണ്? ഉമ്മാക്കാണ്. അല്ലാഹു അവർക്കും ഞങ്ങൾക്കൊക്കെ നല്ല ക്ഷമ നൽകട്ടെ. ഇല്ലേ? അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. എത്ര സമയം വരെ വെക്കും? ഒരു കുഞ്ഞ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഏതുവരെ ഉണ്ടാവും? ഖുർആൻ പറഞ്ഞത് ഒറ്റ വാക്കാണ്, ഇലാ അജലിൻ മുസമ്മ. അതിന് നിശ്ചിതമായ ഒരു അവധിയുണ്ട്, അതുവരെ ഉണ്ടാവും, പിന്നെ പ്രസവിക്കും. ആ നിശ്ചിതമായ അവധി എത്ര? മഹാന്മാര് പറഞ്ഞ് ചിലപ്പോ 6 മാസമായിരിക്കും. 6 മാസത്തിൽ പ്രസവിക്കും ചിലപ്പോ. അങ്ങനെ കുറെ കണക്കുണ്ടാവും. ചില മഹാന്മാരെ ചരിത്രത്തിലൊക്കെ കാണാം, അങ്ങനെയൊക്കെ പറയപ്പെടുന്ന കിതാബിലൊക്കെ. എന്താണ്? ആ മഹാന് 2 വർഷം വരെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച്, പെണ്ണുങ്ങന്മാർ ഏം കേൾക്കുവാനിപ്പോ 2 വർഷം. ഇത് 1 വർഷം ഇവിടെ വലത്തുന്ന ഭാര്യ കഷ്ടത്തിൽ 2 വർഷമാണ്. അത് ഉമ്മമാരെ നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങന്മാരെ കുറിച്ചല്ല പറഞ്ഞത്, പണ്ടത്തെ പെണ്ണുങ്ങന്മാർ. അങ്ങനൊക്കെ ഒരു അവധി കണക്കുണ്ടായിരുന്നു മഹാന്മാരൊക്കെ കിതാബിൽ ഒരുപാട് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ. ഇപ്പോഴൊന്നും ഞാൻ അതിലേക്ക് കിടക്കണില്ല. അത് അങ്ങനെ ഒരു കാലം ഉണ്ടായേക്കാം. ഇക്കാലത്ത് അങ്ങനെ എവിടെയെങ്കിലും നടന്നൊന്നും ഞാൻ പറയില്ല. ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ രൂപത്തിൽ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് പിന്നീടതാ സുമ്മ നുഖ്രിജുകും തിഫ്ലാ. ഓ യുവാക്കളെ, ഇന്ന് ഞാനും നിങ്ങളും ഒരുപാട് പ്രവർത്തിക്കുന്നു, ഓടി നടക്കുന്നു. എന്നാൽ എങ്ങനെയാണ് ഞാൻ ഈ നിലക്കെത്തിയത്, എങ്ങനെയാണ് നിങ്ങൾ ഈ നിലക്ക് എത്തിയത് എന്നതിനെ കുറിച്ച് ഞാനൊന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ലേ? നിങ്ങളൊന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ലേ? അതാണ് ഗർഭപാത്രത്തിലുള്ള ഇന്ദ്രിയത്തുള്ളി. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒരു നിശ്ചിതമായ അവധി വരെ അവിടെ ഇങ്ങനെ ഞാൻ സംവിധാനിക്കും. പിന്നെ അതാ ഞാൻ നിങ്ങളെ ഉമ്മാന്റെ ഉദരത്ത് നിന്ന് ഒരു കുഞ്ഞായി പുറത്തേക്ക് കൊണ്ടുവരും.
ലിതബ്ലുഗു അശുദ്ധകും, പിന്നെ നിങ്ങൾ ഇങ്ങനെ വലുതായി 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 പ്രായം ഇങ്ങനെ വെച്ചു വരൂ. യുവാക്കളാകൂ, പിന്നെ പ്രായമുള്ളവരാകൂ, യുവതികളാകൂ, പിന്നെ വയസ്സുള്ളവരായി മാറൂ. എന്നാൽ അക്കൂട്ടത്തിൽ വമിൻകും മൻ യുതവഫാ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, ചില ആളുകൾ വേഗം മരിക്കൂ. വലുതാകുന്നതനുസരിച്ച് കുറെ അങ്ങ് കഴിയുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യും ചില ആളുകൾ. വേറെ ചില ആളുകളോ അവരും അതുപോലെ ഷീറിനെ എടുക്കാണ്ട് ആരും പോകണ്ടാന്ന്. അത് ഞാൻ പോകണമെന്ന് ചൊല്ലെങ്കിലും ഓർ പോവാലെ. അല്ലാതെ ഇപ്പൊ ഇത്ര നേരമായിട്ട് ഓരല്ലേ ഇരുന്ന് വിലവെക്കാനാ. അതിപ്പോ പൊരല് പോയാലോ ലൈവിൽ തെച്ചങ്ങായി കാണിക്കുന്ന ലൈവിൽ ഓരങ്ങ് കേൾക്കും. അത് നെയ്ച്ചോറിന് മണടിച്ചിട്ടില്ല. ഞാൻ 12 മണിക്ക്